ഹലോ ഗൈസ്, ഇത് നമ്മൾ തുമ്പിയുടെ വീട്ടിൽ നിന്ന് ട്രിപ്പ് പോകുന്നതിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവർ പോയി കാണണം കേട്ടോ. അങ്ങനെ നമ്മൾ റെഡിയായി, നമ്മൾ വണ്ടിയെല്ലാം എടുത്ത് നമ്മൾ നേരെ പോവാണ് ഗൈസ്. ഐത്തല ബീച്ചിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ പെട്രോൾ തീർന്നു, നമ്മൾ പമ്പിൽ കയറി 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു ഗൈസ്. കുറുവിൻ്റെ പൈസയ്ക്കാണ് നമ്മൾ അടിച്ചത്. അങ്ങനെ നമ്മൾ പെട്രോളെല്ലാം അടിച്ചിട്ട് നേരെ വിട്ടു ഗൈസ് ഐത്തല ബീച്ചിലോട്ട്. വഴി വെച്ച് നമ്മൾ ട്രാഫിക്കിൽ പെട്ടു. പോകുന്ന വഴിക്കാണ് നമുക്ക് നമ്മുടെ സൂര്യനെ കിട്ടിയത്. അങ്ങനെ അവർ 3 പേരും ഞാനും കുട്ടും ഞങ്ങളെല്ലാവരും കൂടെ നേരെ ഐത്തല ബീച്ചിലോട്ട് വിട്ടു. തുമ്പിയുടെ വീട്ടിൽ നിന്ന് കുറേ പോകാനുണ്ട്, അതുകൊണ്ട് നമ്മൾ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇറങ്ങി അവിടെ എത്തേണ്ടതുകൊണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ഐത്തല ബീച്ച്. നമ്മളവിടെ വണ്ടി നിർത്തി കുറേ ഫോട്ടോ എല്ലാം എടുത്തു. പിന്നെ നമുക്ക് 2 പേരൂടെ വരാനുണ്ട്, നന്ദന രമേശിനും രഞ്ജിശ്രീയും. അവരങ്ങോട്ടേക്ക് വരുമെന്നാണ് ഗൈസ് നമ്മളോട് പറഞ്ഞത്. നമ്മളെല്ലാവരും ഐത്തല ബീച്ചിലോട്ട് എത്തിയിട്ട് ഐത്തല ബീച്ചിലോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ ദേവികാണ്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ഐത്തല ബീച്ച്. അവിടെ നമ്മൾ കുറേ അടിച്ചു പൊളിച്ചു ഗൈസ്, കുറേ സമയം സ്പെൻഡ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു അവിടെ. ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചു. അപ്പോൾ നമുക്കൊരു നാരങ്ങ വെള്ളം കുടിക്കണം തോന്നി, നേരെ വിട്ട് നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ ദാഹിക്കുന്നുണ്ടായിരുന്നു. അവിടെ രഞ്ജിശ്രീയും രമേശിനും എല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു ഊഞ്ഞാൽ കണ്ടത്, തുമ്പി ഇരുന്ന് ആടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സൂര്യയുടെ വീട്ടിൽ പോയി. സൂര്യ നമുക്ക് ചായയൊക്കെ കൊണ്ട് തന്നു. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് കുട്ടുവിൻ്റെ ഇളയമ്മയുടെ വീട്ടിലോട്ടാണ് ഗേസ്. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വഴി അറിയത്തില്ലായിരുന്നു, കുറേ കൺഫ്യൂഷനായി. എന്നാലും നമ്മൾ എങ്ങനെയോ എത്തിപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ ഒരു ചെറിയ വാവേനെ കണ്ടു. അവർ നമുക്ക് തണ്ണിമത്തങ്ങയൊക്കെ കഴിക്കാൻ തന്നു ഗേസ്. അതെല്ലാം വെട്ടി നമ്മൾ കഴിച്ചു. എന്നിട്ട് നമ്മൾ നേരെ തുമ്പിയുടെ വീട്ടിലേക്ക് പോയി ഗേസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. ബായ്. എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.